സമാഗതനായവൻ നീ. ഇന്നലത്തെ ഗോസ്പലിന്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ഗോസ്പൽ. ഇന്നലെ ഒരുവനൊന്ന് യേശുവിനോട് ചോദിച്ചു, എനിക്കിതിനെ അനുഗമിക്കണം. അവൻ നിയമങ്ങളൊക്കെ പാലിച്ചു. അതിന് തുടർച്ചയായിട്ട് യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. അങ്ങനെ നിരാശനായി പോയ ഒരുവന്റെ ജീവിതത്തിനിടയിൽ പത്രോസ് പറഞ്ഞു, കർത്താവെ, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ പ്രതി മാതാവിനെയോ പിതാവിനെയോ വയലിനെയോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവന് 100 ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കും. ഈ വചനഭാഗം അവസാനിക്കുന്നിടത്ത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാതാവിനെയും പിതാവിനെയും വയലുകളെയും പീഡനങ്ങളും 100 ഇരട്ടിയായി ലഭിക്കും. വചനം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാകും, എല്ലാം കിട്ടുന്നുണ്ട്, 100 ഇരട്ടി പീഡനങ്ങളും കിട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഇനി കുറച്ചും കൂടി ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനുള്ള ധൈര്യം കാണിക്കണം. അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ വിളിക്കപ്പെട്ട പുരോഹിതരെയും സന്യസ്തരെയും കുറച്ചും കൂടി ആദരിക്കണം. കാരണം ആരും കാട്ടാത്ത ഒരു ധൈര്യത്തിൻ്റെ പിന്നാലെ അവർ എല്ലാം ഉപേക്ഷിച്ച് ഒരു 15-ാമത്തെ വയസ്സിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം ആ കുഞ്ഞു പ്രായത്തിൽ വ്യക്തതയുണ്ട്, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നേടാനുണ്ട്. ആ നേട്ടത്തിൻ്റെ കഥ കുറച്ചും കൂടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അത് നിത്യജീവൻ്റെ അനുഭവമാണ്. ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയുള്ള പീഡനങ്ങൾക്കും സങ്കടങ്ങൾക്കും നഷ്ടങ്ങൾക്കുമൊക്കെ കഥ പൂർത്തീകരിക്കപ്പെടുന്നത് നിത്യജീവനിലാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.